ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് ആയില്യം പൂജയുടെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആയില്യം പൂജ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, അത് നാഗദൈവങ്ങൾക്ക് ഏറ്റവും അധികം പ്രീതികരമായിട്ടുള്ള ഒരു ദിവസമാണെന്നും അന്നത്തെ വഴിപാടുകൾ കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. ഭൂമിയുടെ അവകാശികൾ അല്ലെങ്കിൽ ഉടമകളും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നാഗദൈവങ്ങളാണ്. അപ്പോൾ ആ നാഗദൈവങ്ങളെ തന്നെ പ്രീതിപ്പെടുത്തി അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായിട്ട് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ദിവസമാണ് ആയില്യ ദിവസം. ഇടവമാസം മുതൽ കന്നിമാസത്തിലെ ആയില്യം വരെയുള്ള കാലയളവിൽ പുറ്റടവ് മാസങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കാലയളവുകളിൽ സർപ്പക്കാവുകളിലും സർപ്പക്ഷേത്രങ്ങളിലുമൊക്കെയും തന്നെ വിശേഷാൽ പൂജകളും നൂറുപാലും ഒക്കെ ഒഴിവാക്കി നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സർപ്പദൈവങ്ങൾ ധ്യാനത്തിൽ തപസ്സിൽ ഇരിക്കുന്ന കാലഘട്ടമാണെന്നും അവ മുട്ടയിടുന്ന കാലഘട്ടമാണ് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ കാലയളവുകളിൽ കാവുകളിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ സർപ്പബലിയും നൂറുപാലം പോലുള്ള വഴിപാടുകൾ നടക്കുകയോ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ആ പുറ്റടവിന് ശേഷം കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് ഈ നൂറുപാലും സർപ്പബലിയും സർപ്പപ്രീതികരമായ വഴിപാടുകളൊക്കെ വീണ്ടും തുടങ്ങുന്നത്. അത് കന്നിയിലെ ആയില്യത്തിന് വെട്ടിക്കോട്ട് ആയില്യം എന്നൊരു പേര് കൂടി പറയുന്നുണ്ട്. അതിന് കാരണം ആദിമൂലസ്ഥാനമായിരിക്കുന്ന വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ഈ ആയില്യം പൂജ നടത്തപ്പെടുന്നത് കന്നിമാസത്തിലെ ആയില്യ ദിവസത്തിലാണ്. നാഗരാജാവായിരിക്കുന്ന അനന്തനാണ് വെട്ടിക്കോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അനന്തന്റെ തിരു അവതാര ദിവസമാണ് ആയില്യം എന്ന് പറയപ്പെടുന്നു. ഈ ആയില്യ ദിവസത്തിലാണ് നമ്മൾ നൂറുംപാലും വിശേഷമായി വിശേഷ പൂജകളൊക്കെ നടത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ നൂറുംപാലും സർപ്പദൈവങ്ങൾക്ക് ഇത്രയധികം പ്രീതികരമായെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റെല്ലാ ദേവതകൾക്കും ഓരോ വഴിപാടുകളാണ് നമ്മൾ നടത്തി വരാറുള്ളത്, പായസ വഴിപാടുകൾ, അങ്ങനെ മറ്റുള്ള അർച്ചനകളും കാര്യങ്ങളും. പക്ഷെ ഈ നാഗദൈവങ്ങൾക്ക് നൂറുംപാലുമാണ് വഴിപാട് നടത്തി വരുന്നത്. അതെന്താണ് അങ്ങനെ ഒരു നൂറുംപാല് എന്ന വഴിപാട് അവർക്ക് അത്രയധികം പ്രാധാന്യമേറിയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ പരീക്ഷിത് രാജാവിനെ കൊന്നത് തക്ഷകൻ എന്നുള്ള ഒരു പാമ്പാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. പുരാണങ്ങളിൽ നമ്മൾ പലപ്പോഴായി അതൊക്കെ വായിച്ചു കേട്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പരീക്ഷിത് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ വധിച്ചതറിഞ്ഞിട്ട് ഇതിൽ കുപിതനായ പരീക്ഷിത് രാജാവിന്റെ മകൻ ജനമേജയ മഹാരാജാവ് സർപ്പസത്രം നടത്തുകയുണ്ടായി. ഭൂലോകത്തിൽ എല്ലാ നാഗങ്ങളെയും വിളിച്ചു വരുത്തി യാഗാഗ്നിയിൽ ഹോമിക്കുക എന്നതായിരുന്നു സർപ്പസത്രം എന്ന യജ്ഞത്തിന്റെ ലക്ഷ്യം. തക്ഷകനെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ യാഗം നടത്തിയത്. പക്ഷേ നിരപരാധികളായ ഒരുപാട് നാഗങ്ങൾ ഹോമാഗ്നിക്കിരയായി. ദേവരാജാവായ ദേവേന്ദ്രന്റെ സംരക്ഷണയിലായ തക്ഷകനെ വരുത്തുവാൻ രാജാവ് യജ്ഞത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. യാഗാഗ്നിയുടെ പ്രഭാവത്താൽ ഒരുപാട് നാഗങ്ങൾക്ക് പൊള്ളലേൽക്കുകയും മരണപ്പെടുകയൊക്കെ ചെയ്തു. ഒടുവിൽ നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ ജനമേജയ മഹാരാജാവിനെ കൊണ്ട് നിർബന്ധപൂർവം യാഗം അവസാനിപ്പിച്ചു. എങ്കിലും യാഗത്തിന്റെ ഫലമായി ഭൂലോകത്തിലെ നാഗങ്ങൾക്കെല്ലാം പൊള്ളലും അസഹനീയമായ ചൂടും വേദനയും ദാഹവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു. നാഗങ്ങളുടെ ദുരിതങ്ങൾ കണ്ട് ആദിശേഷ നാഗം തന്റെ അധിപനായ മഹാവിഷ്ണുവിനോട് ഈ സങ്കടം ഉണർത്തിച്ചു, പരിഹാരത്തിനായി അപേക്ഷിച്ചു. തുടർന്ന് മഹാവിഷ്ണു കരിക്കിൻ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും പാലും കലർത്തി കവുങ്ങും പൂക്കലയായി അവരുടെ ദേഹത്ത് തറച്ചു. ഇതോടെ നാഗങ്ങളുടെ അസ്വാസ്ഥ്യങ്ങൾ ഒഴിഞ്ഞു, അവർ സൗഖ്യരായി. ഇത് ഒരു ആയില്യം നാളിലായിരുന്നു. ഇതുപോലെ ആയില്യത്തിന് നൂറുംപാലും സർപ്പങ്ങൾക്ക് സമർപ്പിച്ചാൽ അവർ പ്രസാദിക്കുമെന്ന് വിശ്വസിച്ചു പോരുന്നു അന്ന് മുതൽ. ഈ ഐതിഹ്യവും അത് തന്നെയാണ് പറയുന്നത്. നൂറുംപാലും പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷിക്കും അഖില സർപ്പങ്ങൾക്കുമുള്ള സങ്കല്പത്തിലാണ് തർപ്പിക്കുന്നത്. എല്ലാ ആയില്യം നാളുകളിലും ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സർപ്പകാവുകളിലും നൂറുംപാലും സമർപ്പിക്കപ്പെടുന്നുണ്ട്. സന്തതി പരമ്പരകൾക്കും കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാകുവാനും കുടുംബക്കാവുകളിലുമൊക്കെ വാർഷികമായി ഈ നൂറുംപാലും വഴിപാടായി കഴിക്കാറുണ്ട്. കുറ്റടവ മാസമായിരിക്കുന്ന കാലഘട്ടത്തിൽ നൂറുംപാലും സർപ്പ വഴിപാടുകളൊന്നും ചെയ്യാറില്ല. അപ്പൊ അതിന് വിരാമം ഇട്ടുകൊണ്ട് അതല്ലെങ്കിൽ ആ ഒരു കുറ്റടവിനെ അവസാനിപ്പിച്ചുകൊണ്ട് കന്നിമാസത്തിലെ ആയില്യം നാളിൽ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലാണ് ആദ്യമായി നൂറുംപാലം വഴിപാടുകൾ നടത്തപ്പെടുന്നത്. വെട്ടിക്കോട് നാഗരാജാവിനെ പുള്ളുവൻപാട്ടിൽ ആദിമൂല നാഗരാജാവ് എന്നാണ് സ്തുതിക്കുന്നത്. ഭൂമിയിൽ ആദ്യമായി നാഗരാജ പ്രതിഷ്ഠ നടന്ന സന്നിധി എന്ന സങ്കല്പമാണ് വെട്ടിക്കോട് നാഗരാജാവിനെ ഇങ്ങനെ സ്തുതിക്കുന്നതിന് കാരണം. നാഗരാജാവിന്റെ അവതാര സുദിനം കന്നിമാസത്തിലെ ആയില്യം നാളായതുകൊണ്ടാണ് ഇവിടെ കന്നിയിലെ ആയില്യം മഹോത്സവമായി മാറിയത്. 2024 സെപ്റ്റംബർ മാസം 28 ശനിയാഴ്ചയാണ് ഇത്തവണത്തെ വെട്ടിക്കോട് ആയില്യം. ദാരിദ്ര്യം, കഠിനമായ സാമ്പത്തിക ഞെരുക്കം, വിവാഹ തടസ്സം, ഉദരരോഗം, ത്വക്ക് രോഗം, സന്താനഭാഗ്യമില്ലായ്മ തുടങ്ങിയ സർപ്പദോഷങ്ങൾ പരിഹരിക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്ര ദർശനവും വഴിപാടുകളും.
മണ്ണാറശാല ഒഴികെയുള്ള മുഖ്യ നാഗരാജ സന്നിധികളായ പാമ്പുമ്മേക്കാട്, അനന്തൻകാട്, വടക്കുംപാട്ട്, പാതിരാക്കുന്നത്ത് എന്നിവിടങ്ങളിലുമൊക്കെ കന്നിമാസത്തിലെ ആയില്യത്തിനാണ് പ്രാധാന്യം. ഈ ദിവസം പ്രത്യക്ഷ ദൈവമായ നാഗദേവതകളെ ആരാധനയിലൂടെ പ്രീതിപ്പെടുത്തിയാൽ ധനലാഭം, ദാമ്പത്യ സുഖം, സന്താന സൗഖ്യം, ഗർഭാശയ രോഗമുക്തി, ആരോഗ്യവർദ്ധനവ്, ദീർഘായുസ്, ത്വക്ക് രോഗശമനം തുടങ്ങിയ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. ആയില്യം സർപ്പദേവതകളുടെ ജന്മനക്ഷത്രമായാണ് സങ്കല്പിക്കുന്നത്. കന്നിയിലെ ആയില്യം നാഗരാജാവിന്റെ അവതാര ദിനമായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് കന്നിയിലെ ആയില്യം സുപ്രധാനമാകുന്നത്. മാസത്തോറും ആയില്യത്തിന് സർപ്പപ്രീതിക്കായി നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറുപാലും സർപ്പബലി തുടങ്ങിയവ നടത്താറുണ്ട്. നാഗരാജാവായ അനന്തൻ, അതായത് ശേഷനാഗമാണ് വെട്ടിക്കോട് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. അഷ്ടനാഗങ്ങളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്തഭഗവാനെ തനത് രൂപത്തിലാണ് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. വെട്ടിക്കോട് നാഗരാജാവ് ബ്രഹ്മവിഷ്ണു മഹേശ്വര തേജസ്സുകളുടെ സമൂർത്ത രൂപവും കൂടിയാണ്. പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിലവറയും തേവാരപ്പുരയുമാണ് മുഖ്യ ആരാധനാ കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഭക്തർ തേവാരപ്പുരയിലും നിലവറയിലും തൊഴുന്ന ആചാരങ്ങൾ നിലവിലുണ്ട്. ഇവിടെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠിച്ച് ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പൂജയ്ക്കായി അധികാരം നൽകിയെന്ന് വിശ്വസിച്ചു പോരുന്നു. കന്നിമാസത്തിലെ വെട്ടിക്കോട് ആയില്യം ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ്. 2024 സെപ്റ്റംബർ മാസം 26, 27, 28 തീയതികളിലാണ് ഇത്തവണത്തെ പുണർദം പൂയം ആയില്യ മഹോത്സവം നടക്കുന്നത്. പൂയത്തിന് നാഗരാജാവിന്റെയും നാഗേശ്വരിയും ദീപാരാധന ദർശിക്കുന്നത് പുണ്യകരമാണ്. ഇത് തൊഴുതാൽ നാഗദോഷങ്ങൾ ശമിക്കും എന്നാണ് വിശ്വാസം. ആയില്യം നാളിലെ നിർമ്മാല്യ ദർശനവും അതീവമായ ശ്രേഷ്ഠമുള്ള വഴിപാടാണ്. അന്ന് സെപ്റ്റംബർ മാസം 28-ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് സർവാലങ്കാര വിഭൂഷിതനായ നാഗരാജാവിനെ വാദ്യമേളങ്ങളുടെ നിലവറയിലേക്ക് ആനയിക്കുന്ന ആയില്യം എഴുന്നള്ളത്ത്. നിലവറയിലെ പൂജകൾക്ക് ശേഷം തിരിച്ച് എഴുന്നള്ളിക്കും. പുള്ളവൻ പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയും ക്ഷേത്രത്തിന് വലം വെച്ച് അതിനുശേഷം ഭഗവാൻ അകത്തേക്ക് പ്രവേശിക്കും. ഈ എഴുന്നള്ളത്ത് ദർശനം രാഹുദോഷം ശമിപ്പിക്കുമെന്നാണ് വിശ്വാസം. വിഷഭയം ഒഴിവാക്കുകയും ചെയ്യും. സന്ധ്യയോടുകൂടി ഏറെ വിശേഷപ്പെട്ട സർപ്പബലി നടക്കും. വെട്ടിക്കോട്ടെ വിഗ്രഹത്തിലാടിയ എണ്ണ ത്വക്ക് രോഗങ്ങൾക്കും മറ്റു മാറാരോഗങ്ങൾക്കും ഔഷധമാണ് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഭജന വരുന്നാൽ സർപ്പശാപദോഷങ്ങൾ പൂർണ്ണമായി അകലുകയും ചെയ്യും. പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചുവെന്നും അതിനാൽ വെട്ടിക്കൂടെന്ന് പേര് ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം. ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതിനാലാണ് ക്ഷേത്രത്തിന് ആദിമൂലം എന്നൊരു പേര് വന്നത്. മഹാവിഷ്ണുവിന്റെ ശയനവും വിഷ്ണു സർപ്പവുമായ അനന്തനെ ആദ്യന്തമല്ലാതെ പ്രപഞ്ചത്തിന്റെ പ്രതീകമായി താന്ത്രികർ വിശ്വസിച്ചു പോരുന്നു. അങ്ങനെ ഭൂമിയിലെ കാണപ്പെട്ട ദൈവമായി തന്നെ നമ്മളെല്ലാം കരുതിപ്പോരുന്ന നാഗദൈവങ്ങൾക്ക് ഏറ്റവും പ്രീതികരമായ ദിവസമാണ് ആയില്യം ദിവസം. നാഗദൈവങ്ങളുടെയൊക്കെ ജന്മനക്ഷത്ര ദിവസമായി തന്നെയാണ് ഈ ആയില്യ ദിവസം നമ്മൾ കൊണ്ടാടാറുള്ളത്. ഇത്തവണ സെപ്റ്റംബർ മാസം 28-ാം തീയതി ശനിയാഴ്ചയാണ് ആയില്യം വരുന്നത്. കന്നിമാസത്തിലെ ആയില്യം, വെട്ടിക്കോട് ആയില്യമാണ് വളരെയധികം ശ്രേഷ്ഠമായി കണ്ടുപോരുന്നത്. എന്നാൽ ഇത്തവണ ഈ ആയില്യ ദിവസം ഏകാദശി കൂടി ഒത്തുവരുന്നുണ്ട്. ഈ ഏകാദശി ദിവസം വൈഷ്ണവ ഭക്തരായിരിക്കുന്ന എല്ലാവരും തന്നെ വ്രതത്തിലായിരിക്കും എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഈ നൂറുംപാല് ദിവസം ഭഗവാന് നൂറുംപാലിൽ അരി ഉപയോഗിച്ചുള്ള, അതായത് പായസം അല്ലെങ്കിൽ അരിയും പാലും നിവേദിച്ചുകൊണ്ടുള്ള വഴിപാടുകളൊക്കെ ഒരുപക്ഷെ ഒഴിവാക്കാനാണ് സാധ്യത. ഈ നാഗാരാധന സമ്പ്രദായത്തിൽ 2 തരത്തിലുള്ള സമ്പ്രദായമുണ്ട്. അതിൽ വൈഷ്ണവ സമ്പ്രദായമുണ്ട്, ശൈവ സമ്പ്രദായമുണ്ട്. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് പൂജ നടത്തി വരാറുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപക്ഷെ ഈ ഏകാദശി ദിവസത്തെ നൂറുംപാലിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപക്ഷെ അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഈ നിവേദ്യമായിട്ട് പാലും പഴവും മാത്രം നിവേദിക്കുന്ന അവസ്ഥയിലേക്കോ ഒരുപക്ഷെ കാര്യങ്ങൾ ആകാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ആയില്യം ദിവസത്തിൽ നടത്തപ്പെടുന്ന വിശേഷാൽ പൂജകളിലും അഭിഷേകാദി വഴിപാടുകളിലും ഒക്കെയും തന്നെ പങ്കെടുത്ത് എല്ലാവരും ഭഗവാന്റെ ആദിശേഷനാഗനായിരിക്കുന്ന അനന്തന്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും പാത്രീഭൂതരാകണമെന്നും എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.